നമസ്കാരം. വിഭജന ഭീതി അനുസ്മരണ ദിനാചരണത്തെ ചൊല്ലിയാണ് കേരളത്തിൽ ഇപ്പോൾ വലിയ തർക്കം നടക്കുന്നത്. എന്താണ് വിഭജന ഭീതി അനുസ്മരണ ദിനം അഥവാ വിഭജൻ വിഭിഷിക സ്മൃതി? 2021 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ ദിനം പ്രഖ്യാപിച്ചത്. രാജ്യം വിഭജിക്കപ്പെട്ടപ്പോൾ ജീവൻ നഷ്ടപ്പെട്ടവരുടെയും അവർ ജന്മദേശങ്ങളിൽ നിന്ന് വേരോടെ പിഴുതെറിയപ്പെട്ടവരുടെയും ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ഇങ്ങനെയൊരു ദിനം അന്ന് പ്രഖ്യാപിച്ചത്. അന്നൊന്നും ഈ ദിനം അങ്ങനെ കാര്യമായി കേരളത്തിൽ ആചരിച്ചിരുന്നില്ല. ഇപ്പോൾ കേരള സർക്കാരും ഗവർണറും തമ്മിലുള്ള തർക്കം രൂക്ഷമാവുകയും ഈ ദിനം ആചരിക്കണമെന്ന് ഗവർണർ തന്നെ നിർദ്ദേശിക്കുകയും കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ ഇത് RSSന്റെ അജണ്ടയാണ്, അതുകൊണ്ട് ഇത് നടപ്പാക്കാൻ പറ്റില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്ത പശ്ചാത്തലത്തിലാണ് ഇത് വീണ്ടും വിവാദത്തിലേക്ക് എത്തുന്നത്. എന്താണ് ഈ ദിനാചരണത്തിൻ്റെ പ്രത്യേകത? അതോടൊപ്പം തന്നെ ഇപ്പോൾ വിഭജനം ഓർക്കാൻ, ഇന്ത്യ വിഭജനം ഓർക്കാൻ എന്താണ് പ്രധാനപ്പെട്ട കാരണം? അതിൻ്റെ രാഷ്ട്രീയം എന്ത് എന്നതുകൂടിയാണ് നമ്മൾ പരിശോധിക്കുന്നത്. മനു, ഇങ്ങനെ ഒരു ദിനം ആചരിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഇന്ത്യയും ലോകവും ഒക്കെ കണ്ടതിൽ ഏകദേശം 1.5 കോടിയോളം ആളുകൾ, ഹിന്ദുക്കളായും മുസ്ലിങ്ങളായും സിഖുകാരുമായിട്ടുള്ള മനുഷ്യർ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കും പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കും ഒക്കെ പലായനം ചെയ്യപ്പെട്ടു. അവരുടെ അതുവരെയുള്ള എല്ലാ ജീവിതവും നഷ്ടപ്പെട്ടു. പലരും വഴിയിൽ കലാപത്തിന് ഇരയായി മരിക്കേണ്ടി വന്നു. മരണക്കണക്ക് തന്നെ 2 ലക്ഷം മുതൽ 20 ലക്ഷം വരെ എന്നൊക്കെയാണ് പറയുന്നത്. കൃത്യമായ കണക്കുകൾ പോലും ഇല്ല എന്നൊക്കെ പറയേണ്ടി വരും. പലരും അവരുടെ ജീവിതം തന്നെ നഷ്ടപ്പെട്ട അവസ്ഥ ഇന്നും അവരുടെ തലമുറയ്ക്ക്, പാകിസ്ഥാനിലേക്ക് പോയവർക്കും ഇന്ത്യയിലേക്ക് വന്നവർക്കും ഒക്കെ ഇപ്പോഴും പൂർവ്വസ്ഥിതിയിലേക്കൊക്കെ എത്താൻ കഴിഞ്ഞു എന്നൊക്കെ സംശയമാണ്. യഥാർത്ഥത്തിൽ ഈ വിഭജനത്തിൻ്റെ വിഷയം ചർച്ച ചെയ്യുമ്പോൾ BJP എന്താവും ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അതിനെ എതിർക്കുന്നത് കൊണ്ട് കോൺഗ്രസും CPM ഒക്കെ എന്താവും ഉദ്ദേശിക്കുന്നത്? ഇതിൽ ഈ വിഭജൻ വീക്ഷിക സ്മൃതി ദിവസ് 2021 പ്രഖ്യാപിച്ചതിൻ്റെ അടുത്ത വർഷം തന്നെ ഇത് നമ്മുടെ വിദ്യാലയങ്ങളിൽ ഇത് നടപ്പിലാക്കണം എന്നൊരു, അല്ലെങ്കിൽ അത് ആചരിക്കണം എന്നൊരു ആവശ്യം UGC മുന്നോട്ട് വെച്ചു. അല്ലെങ്കിൽ അങ്ങനെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇത് നടപ്പിലാക്കുന്നതിനെക്കുറിച്ച് അവർ ഉത്തരവ് നൽകുകയും ചെയ്തു. അത് ആദ്യഘട്ടങ്ങളിൽ പലയിടത്തും നടപ്പിലായില്ല. എന്നാൽ ഇപ്പോൾ നമ്മുടെ പുതിയ ഗവർണർ വന്ന് സ്ഥാനമേറ്റെടുത്തതിനെ തുടർന്ന് അദ്ദേഹം ഇത്തരം കാര്യങ്ങളിൽ വളരെ ജാഗ്രത പുലർത്തുകയും ഇത് നടപ്പിലാക്കുകയും ചെയ്യണം എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. അപ്പോൾ ഇതിൽ വളരെ തന്ത്രപരമായ ഒരു നീക്കം ഉണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതായത് വോട്ടർ മെമ്മറി ഈസ് വെരി ലോ എന്ന് നമ്മൾ പറയാറുണ്ട്. ഒരു വോട്ടർക്ക് 5 കൊല്ലത്തിൽ അപ്പുറത്തേക്ക് കാര്യങ്ങൾ പലപ്പോഴും അവർ ചിന്തിക്കാറില്ല. അപ്പോൾ ഈ നാട്ടിൽ നടന്ന പഴയ കാര്യങ്ങളെ വീണ്ടും ഒന്നുകൂടി ചർച്ചയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം BJP പല ഘട്ടങ്ങളിൽ നടത്തിയിട്ടുണ്ട്. അടിയന്തരാവസ്ഥ കണ്ടു നമ്മളൊക്കെ ചർച്ച ചെയ്തതാണ്. അടിയന്തരാവസ്ഥ ഒരു തവണ കൂടി വീണ്ടും ചർച്ച ചെയ്യപ്പെട്ടു. പലരും കേരളത്തിൽ അന്ന് നല്ലോണം ട്രെയിൻ ഓടി, സർക്കാർ ഓഫീസുകൾ കൃത്യമായി തുറന്നിരുന്നു. അതുകൊണ്ട് അത് നല്ലതാണെന്ന് വിശ്വസിക്കുന്ന ഒരു പുതിയ തലമുറയാണ് പിന്നീടുണ്ടായത്. അപ്പോൾ ആ അടിയന്തരാവസ്ഥയുടെ ഭീതി ജനങ്ങളെ ഓർമ്മപ്പെടുത്താൻ BJP ഈ ചർച്ച ഒരു ഘട്ടത്തിൽ മുന്നോട്ട് കൊണ്ടുവച്ചു. അതിനുശേഷമാണ് നമ്മൾ കാണുന്നു ഇതിപ്പോൾ ഈ വിഭജനത്തിൻ്റെ ഭീതി കൂടി അത് എന്തായിരുന്നുവെന്ന് ഒരിക്കൽ കൂടി ജനമധ്യത്തിൽ ഒരു ചർച്ചയ്ക്ക് വിധേയമാക്കുക എന്നാണ് ഇതുകൊണ്ട് പ്രധാനമായി ലക്ഷ്യം ഇടുന്നത്. അപ്പോൾ ഇത് 2-3 കാര്യങ്ങൾ ഇതിൻ്റെ ഒപ്പം പ്രസക്തമാണ്. കാരണം BJPയെ സംബന്ധിച്ചിടത്തോളം അവരെ എതിർക്കുന്നൊരു രാഷ്ട്രീയം കൂടുതൽ ശക്തി പ്രാപിച്ചാൽ എന്ത് സംഭവിക്കും എന്ന് പെട്ടെന്ന് ആളുകളെ ഓർമ്മപ്പെടുത്താൻ കൂടി ഇത് പ്രയോജനപ്പെടുമെന്നൊരു ധാരണയിലാണ് ഇത്തരം ഒരു ആശയം. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇന്ത്യയിലേക്ക് പാകിസ്ഥാനിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വന്ന ഹിന്ദു ജനവിഭാഗത്തിൻ്റെ വേദനകളെ അവരോർമ്മിക്കുന്നു. അതേസമയം ഇവിടെ അന്ന് ഇപ്പോൾ BJP ഉൾപ്പെടെയുള്ള സംഘപ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നൊരു രാഷ്ട്രീയം അന്ന് ഇപ്പോൾ ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരം വലിയ ശക്തമായി നടക്കുന്നൊരു കാലഘട്ടത്തിൽ ഖിലാഫത്ത് പ്രസ്ഥാനം പോലുള്ള ആശയങ്ങൾ കൊണ്ടുവന്നു. ഗാന്ധിജിയുടെ ഒരു മുസ്ലിം പ്രീണന താല്പര്യങ്ങളുണ്ടായിരുന്നു. അതൊക്കെ പിന്നീട് ചെന്ന് കലാശിച്ചത് ഇത്തരം വലിയൊരു വിഭജനത്തിലേക്കാണ്. അതുകൊണ്ട് അതേ ആർഗ്യുമെൻ്റ് വീണ്ടും തുടങ്ങിയാൽ ഇതേ ഒരു പര്യവസാനം അതിനുണ്ടാകും എന്ന് ഒരു പക്ഷേ ആളുകൾക്കിടയിൽ പറഞ്ഞ് ഫലിപ്പിക്കുക. ഇതിനെ എതിർക്കുമ്പോൾ തന്നെ മറ്റൊരു ചോദ്യം കൂടി വരുന്നില്ലേ? BJP അങ്ങനെ ഒരു അജണ്ട കൊണ്ടുവരുന്നു, രാഷ്ട്രീയ പാർട്ടികളൊക്കെ അവരുടെ താല്പര്യത്തിന് വേണ്ടി അജണ്ടകൾ കൊണ്ടുവരും. അപ്പോൾ അതിനെ അതേ രീതിയിൽ തന്നെ ചർച്ച നടത്തി മറുവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുകൂടിയല്ലേ അതിനെ പ്രതിരോധിക്കേണ്ടത്? യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നാലും CPMൻ്റെ ഒക്കെ ഭാഗത്താലും ഈ ദുരാഷ്ട്രവാദം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന പേര് മുഹമ്മദ് അലി ജിന്നയുടെ പേരാണ്. ജിന്ന 1940 ഈ ലാഹോർ പ്രമേയത്തിൽ ദുരാഷ്ട്രവാദം ഉന്നയിക്കുന്നതിനും എത്രയോ കാലം മുമ്പ് തന്നെ 1925 ലാലാ ലജ്പത് റായ്, അന്ന് അദ്ദേഹം ഹിന്ദു മഹാസഭയുടെയും കോൺഗ്രസിൻ്റെയും നേതാവായിരിക്കും. അദ്ദേഹമാണ് ആദ്യം ഇന്ത്യയിലേക്ക് ഒരു 4 രാജ്യമായി ഇന്ത്യയെ വിഭജിക്കുക. പഞ്ചാബ്, ബംഗാൾ,
നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ, ബാക്കി വരുന്ന ഇന്ത്യ എന്നുള്ള അങ്ങനെ ഒരു ആശയം കൊണ്ടുവന്നത് തന്നെ ലാല ലജ്പത് റായിയാണ്. അതിനും ശേഷമാണ് 1930 റഹ്മത്ത് അലി എന്ന് പറയുന്ന ബ്രിട്ടനിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ഇങ്ങനെ ഒരു ഇന്ത്യ പാകിസ്ഥാൻ എന്നുള്ള ഒരു 2 രാജ്യം എന്നുള്ള ഒരു ആശയത്തിലേക്ക് കൊണ്ടുവരുമ്പോഴും അന്ന് ജിന്ന യഥാർത്ഥത്തിൽ അതിനെ അനുകൂലിക്കുന്നില്ല. അന്ന് ദേശീയ മുസ്ലിമിൻ്റെ ഭാഗമായി ജിന്ന നിൽക്കുകയാണ്. പിന്നീട് അതിനുശേഷം കോൺഗ്രസിലേക്ക് ഈ പറയുന്ന ഹിന്ദു മഹാസഭയുടെ നേതാക്കൾ, പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ അവർക്ക് കോൺഗ്രസിൽ ശ്യാമപ്രസാദ് മുഖർജി അടക്കമുള്ള നേതാക്കൾക്ക് വലിയ പ്രാമുഖ്യമൊക്കെ ലഭിക്കുകയും അവിടെയാണ് പിന്നീട് ജിന്ന മറിച്ചൊരു വാദത്തിലേക്ക് ഉന്നയിക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ ഈ വാദം ഇതിൻ്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും BJPക്കോ അല്ലെങ്കിൽ BJP പിൻപറ്റുന്ന BJPയുടെ തുടക്കം എന്നൊക്കെ പറയാവുന്ന ആ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് കൂടി പ്രതിരോധത്തിലാക്കുന്ന ഒരുപാട് ചരിത്രപരമായ ഘടകങ്ങളില്ലേ? അങ്ങനെയല്ലേ യഥാർത്ഥത്തിൽ ഇത്തരം വിഷയങ്ങളെ ചരിത്രം പറഞ്ഞുകൊണ്ട് തന്നെയല്ലേ പ്രതിരോധിക്കേണ്ടത്? അങ്ങനെയാണ് കോൺഗ്രസ് ഇത് പ്രതിരോധിക്കുന്നത്. പല ഘട്ടങ്ങളിൽ അവർ ഇത് ഉയർത്തുകയും ചെയ്യുന്നത്. പക്ഷേ ഇവിടെ അത് നമ്മൾ കുറേ കൂടി ആഴത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ ഈ ഒരു ഇസ്ലാമിക് രാജ്യം എന്നുള്ളത് അത് എത്രയോ മുമ്പുണ്ട്. ഇന്ത്യയിൽ മുഗൾ സാമ്രാജ്യത്തിൻ്റെ ഒരു പതനം കഴിയുന്ന ഘട്ടത്തിൽ തന്നെ ഒരു ഇസ്ലാമിക് രാജ്യം എന്നൊരാശയം വരുന്നുണ്ട്. അത് ഹിന്ദു വിരുദ്ധമായിട്ടല്ല വരുന്നത്. അത് അക്ബറിൻ്റെ ദിൻ ഇലാഹിക്കെതിരെ ഉള്ളൊരു മൂവ്മെൻറ്റ് തന്നെ ആദ്യഘട്ടത്തിൽ സൂഫികൾ ഉന്നയിക്കുന്നത് ഇസ്ലാമിക രാജ്യം എന്നൊരാശയം വെച്ചുകൊണ്ടാണ്. ഇപ്പോൾ അഹമ്മദ് ഷിർഹിന്ദിനെ പോലുള്ള ആളുകൾ അന്ന് 1600-കളിൽ 24-ലൊക്കെയാണ് അദ്ദേഹം മരിക്കുന്നത്. അതാണ് ആ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാമിക രാജ്യം എന്ന ഒരു ആശയം അവിടെ നിലനിൽക്കുന്നു. പിന്നീട് ജസ്റ്റിസ് അബ്ദുൾ റഹ്മാനെ പോലുള്ളവർ നമുക്കത് പിന്നീട് എടുക്കുന്നത് കാണാം. ഷാ വാലികളെ പോലുള്ളവർ ആ ആശയം പിൻപറ്റുന്നത് കാണാം. ഇത് 1905 ബംഗാൾ വിഭജനത്തിൻ്റെ ആ ഒരു കാലഘട്ടത്തിലാണ് പിന്നെ ഇതിൻ്റെ ഒരു സാധ്യത ബ്രിട്ടീഷുകാർ മനസ്സിലാക്കി. നമ്മുടെ ഈ ചരിത്രം എഴുതുമ്പോഴുള്ള ഒരു വലിയ പ്രശ്നം, സ്വാതന്ത്ര്യ കാലഘട്ടം കഴിഞ്ഞ്, സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാലഘട്ടം കഴിഞ്ഞ് സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്നത് ബേസിക്കലി ഒരു കോൺഗ്രസ് ഹിസ്റ്ററി ആയിരുന്നു. അന്ന് ചരിത്രകാരന്മാരായ വിപിൻ ചന്ദ്രയായാലും സതീഷ് ചന്ദ്രയായാലും RS ശർമ്മയായാലും ഒക്കെ അതിലൊക്കെ ഇടതുപക്ഷ ചരിത്രകാരന്മാർ ധാരാളം ഉണ്ടായിരുന്നെങ്കിലും അതിൻ്റെയൊക്കെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത് കോൺഗ്രസ് ഹിസ്റ്ററി മാത്രമായിരുന്നു. സ്വാതന്ത്ര്യ സമരം എന്നത് വ്യത്യസ്തമായി കിടക്കുന്ന നാട്ടുരാജ്യങ്ങളെ കോൺഗ്രസ് യോജിപ്പിക്കുകയും ബ്രിട്ടീഷുകാർക്കെതിരെ പടപൊഴുതി വിജയിക്കുകയും ചെയ്ത അങ്ങനെ ഒരു ചരിത്രമാണ് എന്നുള്ള രീതിയിലാണ് അവരതിനെ പ്രതിപാദിച്ചത്. അപ്പോൾ ആ ഘട്ടത്തിലൊക്കെ ഇന്ത്യയിലെ ഉണ്ടായിരുന്ന ഈ പ്രശ്നങ്ങൾ, കമ്മ്യൂണൽ ഇഷ്യൂസ് എല്ലാം ബ്രിട്ടീഷുകാരുടെ ഒരു ക്രിയേഷനായിരുന്നു. 1905 ബംഗാൾ വിഭജിക്കുന്നു. അന്ന് അതിനെതിരെ വ്യാപകമായ പ്രചരണം വരുന്നു. വന്ദേമാതരം എന്ന രീതിയിലൊക്കെ ആളുകൾ പിന്നീട് ആ ഒരു പ്രക്ഷോഭം ഒക്കെ ഉയർത്തിപ്പിടിക്കുന്നു. ബംഗാൾ ഒന്നാണെന്ന് അവർ പറയുന്നു. പക്ഷേ അതാണ് പിന്നെ പാകിസ്ഥാനായി വിഭജിച്ചു പോകുന്നത്. നമുക്ക് പിൽക്കാലത്ത് ചോദിക്കുമ്പോൾ സ്വാഭാവികമായും യഥാർത്ഥത്തിൽ ഈ രാജ്യത്തെ രണ്ടായി വിഭജിക്കുക എന്നുള്ളത് അന്ന് ഈ രാജ്യം ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാരാണല്ലോ അതിന്റെ ഒന്നാമത്തെ ഉത്തരവാദിത്വം. പക്ഷേ ഇതിൽ ഇന്ത്യ മാത്രമല്ല, യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ പ്രശ്നം ഇപ്പോൾ ചർച്ച ചെയ്യുമ്പോൾ പോലും ഇസ്രായേലിൽ ഈ 2 സ്റ്റേറ്റ് തിയറിയും ആദ്യം വെക്കുന്നത് ബ്രിട്ടനാണ്. ഇന്ത്യയിലേക്ക് ഈ 2 നേഷൻ തിയറിയും അവർക്ക് വിഭജിച്ച് ഭരിക്കുക എന്നുള്ള ഒരു തിയറി അവർ ഡിവൈഡ് ആൻഡ് റൂൾ എന്നുള്ള തിയറി മുന്നോട്ട് വെച്ച് അങ്ങനെ രാജ്യത്തെ വിഭജിക്കാനും അവരുടെ ഭരണം പരമാവധി കാലം നിലനിർത്താൻ വേണ്ടിയുള്ള ബ്രിട്ടീഷുകാരുടെ ശ്രമം, ഒന്നാമത്തെ ശത്രുവായി അവിടെ കാണിക്കേണ്ടത് രാജ്യം വിഭജിക്കാനുള്ള ഒന്നാമത്തെ ആൾ ബ്രിട്ടീഷുകാർ തന്നെയാണ്. ആ രാഷ്ട്രീയം എങ്ങനെയാണ് ഇന്ത്യ വിഭജിക്കപ്പെട്ടത് എന്നുള്ള ചരിത്രം പുതിയ തലമുറ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ചരിത്രം വലയ്ക്കുമ്പോൾ ആദ്യം നിൽക്കുന്നത് ബ്രിട്ടീഷുകാരുടെ പേരാണ്. അതിനുശേഷം മാത്രമേ മറ്റ് എല്ലാവരും ഇതിൽ ഞാൻ പറഞ്ഞത്. അത് കോൺഗ്രസ് ഹിസ്റ്ററി നമ്മളത് ആ കാലഘട്ടത്തിൽ ഒരു ദേശസ്നേഹത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് രചിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായി രണ്ടുപേരെ ഒരുമിച്ച് നിർത്തുകയും ബ്രിട്ടീഷുകാരെ ശത്രുവായി കാണുന്ന ഒരു ചരിത്രമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ സ്വാഭാവികമായും ആ കാഴ്ചപ്പാടിലൂടെ ആ ഒരു വീക്ഷണകോണിൽ നിന്നാണ് നമ്മൾ ഈ മുഴുവൻ ഇഷ്യൂവിനെയും കാണുന്നത്. പക്ഷേ ഞാൻ അതാണ് പറഞ്ഞു വന്നത്, ഈ കമ്മ്യൂണൽ ഇഷ്യൂ എന്നത് ബ്രിട്ടീഷുകാർ വരുന്നതിന് മുന്നേ തന്നെ തുടങ്ങിയ ഒരു സംഭവമാണ് എന്ന ഒരു പുതിയ ചരിത്ര ആഖ്യാനങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നു. അത് കമ്മ്യൂണൽ ഇഷ്യൂ സ്വാഭാവികമായും ഈ രാജ്യത്തൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഇസ്രായേൽ തന്നെയും അത്തരം ഇഷ്യൂ ഉണ്ട്. പക്ഷേ ഒരു രാഷ്ട്രീയ വിഷയമാക്കി മാറ്റുകയും കിരൺ സൂചിപ്പിച്ച രാജ്യത്തിന്റെ ഒരു വിഷയമാക്കി മാറ്റുകയും ചെയ്യുന്നത് യഥാർത്ഥത്തിൽ രണ്ടിടത്തും ഒരേപോലെ ഉപയോഗിച്ചത് ബ്രിട്ടീഷുകാർ അല്ല. അങ്ങനെ ആ ഒരു വിഭജനത്തിന് ശ്രമിക്കുമ്പോൾ ഇവിടെ ഐക്യം വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ആ ഐക്യത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ മുഹമ്മദ് അലി ജിന്നയാണെങ്കിൽ കൂടിയും 1916 വരെ അദ്ദേഹം ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടിയാണ് ശക്തമായി നിൽക്കുന്നത്. അപ്പോൾ ഇതിൽ 2 രാജ്യമെന്ന ഒരു കോൺസെപ്റ്റ് ഇപ്പോൾ സവർക്കർ മുന്നോട്ട് വെച്ചു എന്ന് പറയുന്നത് 2 ദേശീയതകൾ എന്നാണ് അദ്ദേഹം പറയുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ഹിന്ദു ദേശീയതയും 2 ദേശീയതകൾ അടിത്തറ എന്ന് പറയുന്നത് തന്നെ ഈ ഹിന്ദുത്വ ദേശീയത എന്നുള്ളത്. ആ ഹിന്ദുത്വ ദേശീയത മുസ്ലിം ദേശീയത അവിടെയാണല്ലോ ഇതിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത്. അതിൽ സവർക്കർ മുന്നോട്ട് വെച്ച് തന്നെ അല്ലേ? അതെ, അതിൽ 2 ദേശീയതകളുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം മാത്രമല്ല, ഇപ്പോൾ അതിന് മുന്നേ തന്നെ തിയോഡർ ബെക്കിനെ പോലുള്ള ആളുകൾ ഇന്ത്യയിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഈ മുസ്ലിം ലീഗിൻ്റെ സ്ഥാപകരായിട്ടുള്ള
ആളുകൾ തന്നെ ഇത് പറയുന്നുണ്ട്. അപ്പോൾ തിയോഡർ മോറിസൺ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്, രണ്ട് രാജ്യം എന്നുള്ള കോൺസെപ്റ്റ്. ഇത് സവർക്കറിൽ നിന്ന് തുടങ്ങുന്നു എന്നുള്ളത് ഒരു ആഖ്യാനം ഒരുപക്ഷെ എളുപ്പത്തിൽ BJPക്ക് അതിജീവിക്കാൻ കഴിയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അതിനു മുന്നേ തന്നെ രണ്ട് ദേശീയതകളുണ്ട്, ഇവർ ചേർന്ന് പോകാത്ത രണ്ട് ജനവിഭാഗങ്ങളാണെന്ന ആശയം പല ഘട്ടങ്ങളിൽ ആളുകൾ ഉന്നയിക്കുന്നു. അപ്പോൾ ഒരു രാഷ്ട്രീയ ആശയമായി ഇന്ത്യയിൽ യഥാർത്ഥത്തിൽ നമ്മൾ ഈ വിഭജനം എല്ലാം വരുമ്പോൾ ആദ്യം വരുന്നത് ജിന്നയുടെ പേര്, ബ്രിട്ടീഷുകാർ കഴിഞ്ഞാൽ അത് ഉപയോഗിച്ചത് ജിന്ന എന്നുള്ള പേരാണ്. ഇപ്പോൾ 40-ൽ അങ്ങനെ ഒരു പ്രമേയം, ലാഹോർ പ്രമേയം വരുന്നതിന് എത്രയോ മുമ്പ് തന്നെ, നമ്മൾ പറഞ്ഞ 25-ൽ ലാലാ ലജ്പത് റായ് വരുന്നു, 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് വരുന്ന സമയത്ത് തന്നെ ഈ രണ്ട് ദേശീയത എന്ന ആശയത്തിലേക്ക് വരുന്നു. അതോടൊപ്പം തന്നെ ഈ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 1938-ലാണ് സവർക്കർ ഇവിടെ വന്ന് സർസിപിയെ കാണുന്നതും ഒരു ഹിന്ദു യൂണിയൻ എന്ന് പറയുന്നത്, അത് സ്വതന്ത്ര തിരുവിതാംകൂർ വാദമൊക്കെ കേരളത്തിൽ ഉന്നയിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് അത് സവർക്കർ മാത്രമല്ലെന്നേ, മറുവശത്ത് അതേപോലെ തന്നെ ഉന്നയിക്കുന്നുണ്ട്. ചൗധരി റഹ്മത്ത് അലി നൗ ഓർ നെവർ എന്ന് പറഞ്ഞൊരു ആശയമേ മുന്നിൽ. അപ്പോൾ അന്ന് വേറൊരു കാര്യം ആലോചിക്കണം, 2030 വരെ പൂർണ്ണ സ്വരാജ് എന്നൊരു സങ്കല്പത്തിൽ കോൺഗ്രസ് എത്തിയിട്ടില്ല. 29-ലാണ്, ഡിസംബറിലാണ് പൂർണ്ണ സ്വരാജ്, സമ്പൂർണ്ണ സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു നീക്കം എന്ന തരത്തിലേക്ക് നമ്മുടെ സ്വാതന്ത്ര്യ സമരം മാറുന്ന രൂപം പ്രാപിക്കുന്നു. അപ്പോൾ അതുവരെ ഇതൊരു ഡൊമിനിയൻ സ്റ്റാറ്റസിനകത്തുള്ള ഒരു സംവിധാനം എന്ന രീതിയിലുള്ള ചർച്ചകളും ചിന്തകളുമാണ് പോകുന്നത്. അപ്പോൾ അവിടെയാണ് ഈ രണ്ട് ദേശീയതകളായി ഇതിനെ പറയുന്നത്. അപ്പോൾ കാരണം എന്ന് വെച്ചാൽ ഒരു സ്വതന്ത്ര രാജ്യം എന്ന തരത്തിലേക്കുള്ള ചിന്തകൾ വരുന്നില്ല. അത് 30-കൾക്ക് ശേഷമാണ് പൂർണ്ണമായ സ്വരാജ് വേണം, പൂർണ്ണ സ്വാതന്ത്ര്യം വേണമെന്ന് പറയും. അപ്പോൾ അതിനു മുമ്പ് ഒരു ഡൊമിനിയൻ സ്റ്റാറ്റസാണ്. ആ സ്റ്റാറ്റസിനകത്ത് ഇങ്ങനെ പല തരത്തിലുള്ള വാദങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഒരു വലിയ വെല്ലുവിളി ആ ഘട്ടത്തിൽ നമ്മൾ പറയുന്ന RSS മാത്രമല്ല, അന്ന് നാഷണൽ ഗാർഡ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ RSSനെ ആദ്യം പഞ്ചാബിലാണ് ബാൻ ചെയ്യുന്നത്. അപ്പോൾ അവിടെ നാഷണൽ ഗാർഡ്സിനെയും ബാൻ ചെയ്യുന്നുണ്ട്. അവർ തമ്മിൽ ഉള്ള ഒരു സംഘർഷം അവിടെ നിലനിൽക്കുന്നുണ്ട്. മുസ്ലിം ലീഗ് നാഷണൽ ഗാർഡ്സ് അന്ന് വലിയ തോതിൽ ശക്തി പ്രാപിക്കുന്നു. അന്ന് അവരെയാണ് ഫാസിസ്റ്റ് ഗ്രൂപ്പ് എന്ന തരത്തിൽ പറയുകയും ഈ പ്രശ്നങ്ങൾ അന്ന് ഈ വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ അവരെയാണ് അതിൽ കുറ്റപ്പെടുത്തുന്നത്. അവരെയും ഈക്വലി കുറ്റപ്പെടുത്തുന്നു. ആരെ കുറ്റപ്പെടുത്തുന്ന രണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്കും പറയാൻ അവർക്ക് ചരിത്രം ഉപയോഗിച്ചുകൊണ്ട് പ്രതിരോധിക്കാനും. പക്ഷേ ഇവിടെ ഒരു എഡ്ജ് കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് ആര് തുടങ്ങി എന്നത് ഒരു വശത്ത്, പക്ഷേ ഇത് ഏറ്റവും ഒടുവിൽ ആര് പറഞ്ഞതുപോലെയായി എന്നിടത്താണ് ആ ചർച്ച എത്തുമ്പോൾ പിന്നീട് നമുക്കിത് സവർക്കറിന് ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുമെങ്കിലും ഈ രാജ്യത്തിൻ്റെ ഒരു രൂപീകരണത്തിൽ നിർണായകമായ ഒരു തീരുമാനം എടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. അത് ആത്യന്തികമായി അൾട്ടിമേറ്റായി വന്നപ്പോൾ മുഹമ്മദ് അലി ജിന്നയോട് പൂർണ്ണമായി കീഴടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ സവർക്കറിനോട് കോൺഗ്രസ് കീഴടങ്ങിയില്ല. അന്ന് ഹിന്ദു മഹാസഭയോ അല്ലെങ്കിൽ RSS അതുപോലെ മുസ്ലിം ലീഗ് തുടങ്ങിയ പ്രസ്ഥാനങ്ങളിലുള്ള ആളുകൾ കോൺഗ്രസ്സിലുണ്ടായിരുന്നു. ഇത് വേണ്ട, 34ഓടുകൂടി ഇത് വേണ്ട, ഇവർ ഇനി കോൺഗ്രസ്സിൽ വേണ്ട എന്ന നിലപാട്, അവർക്കിനി ഡ്യുവൽ മെമ്പർഷിപ്പ് അല്ലെങ്കിൽ മറ്റ് അത്തരം സംഘടനകളിലുള്ള ആളുകളെ കോൺഗ്രസ്സിൽ ഉൾപ്പെടുത്തേണ്ടെന്നൊരു തീരുമാനം. യഥാർത്ഥത്തിൽ ദേശീയ മുസ്ലിം ആയിരുന്ന മുഹമ്മദ് അലി ജിന്ന അടക്കം ആദ്യ ഘട്ടത്തിൽ ഈ ആശയത്തെ നിരാകരിക്കുകയും പിന്നീട് ആ ആശയത്തിലേക്ക് എത്തുകയും ചെയ്യുന്നതിൻ്റെയൊക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം കൂടി ഈ കോൺഗ്രസിനകത്ത് അന്നുണ്ടായിരുന്ന ഈ ഹിന്ദു മഹാസഭയുടെ നേതാക്കൾക്കുണ്ടായിരുന്ന സ്വാധീനവും ഒക്കെ ആ ഘട്ടത്തിൽ 30 കൂടി അവസാനിച്ചു. അവരതിലില്ല, അവരെ അതിൽ ഉൾക്കൊള്ളിക്കാനുള്ള എന്ന നിയമം വന്നു. 33 അങ്ങനെ ഒരു ഔദ്യോഗിക നിയമം തന്നെ വന്നു, ഒരു രീതി തന്നെ വന്നു അവർക്ക് ഇതിൽ ഇനി അംഗത്വം കൊടുക്കേണ്ടത്. പക്ഷേ അവിടെ ആക്ച്വലി മുഹമ്മദ് അലി ജിന്ന വലിയൊരു പേരുകേട്ട ബാരിസ്റ്ററായിരുന്നു. അദ്ദേഹം അന്ന് പഠിച്ച് അദ്ദേഹം വരികയും ബോംബെയിൽ അദ്ദേഹത്തിൻ്റെ മികവ് നമ്മളവിടെ കാണുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹത്തെ അന്ന് അവിടെ ഒരു ജഡ്ജായി മജിസ്ട്രേറ്റായി നിയമിക്കാനൊക്കെ ആലോചിക്കുമ്പോൾ ആ ശമ്പളം ഒരു ദിവസം കൊണ്ട് തനിക്ക് ഉണ്ടാക്കാൻ കഴിയുമെന്നൊക്കെ പറയുന്ന തോതിലുള്ള വലിയ ഒരു ലീഗൽ എക്സ്പേർട്ടാണ് ജിന്ന. പക്ഷേ ജിന്നയ്ക്ക് കോൺഗ്രസ്സിൽ വിചാരിച്ചത്ര ഒരു എഡ്ജ് കിട്ടുന്നില്ല. ഗാന്ധിജിയുടെ സത്യാഗ്രഹം അങ്ങനെയുള്ള സ്വാതന്ത്ര്യ സമര രീതികളോട് യോജിക്കാൻ കഴിയാതെയാണ് ജിന്ന കോൺഗ്രസ്സിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. പക്ഷേ പിന്നീട് അദ്ദേഹത്തെ മുസ്ലിം ലീഗാണ് കൂടുതൽ ശക്തമായി തിരിച്ചു വരാൻ പ്രേരിപ്പിക്കുകയും ആ ജിന്നയ്ക്ക് ഉണ്ടാകുന്ന കോൺഗ്രസ്സിനോടുണ്ടാകുന്ന ഒരു വിയോജിപ്പാണ് ഇതിൻ്റെ അൾട്ടിമേറ്റ് എൻഡിലേക്ക് ഇതിനെ കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നതെന്ന് ചരിത്രപരമായി നമുക്ക് എന്തായാലും ഈ കോൺഗ്രസ് ഹിസ്റ്റോറിയൻസ് പറഞ്ഞു വെച്ച ചരിത്ര ആഖ്യാനത്തിൽ തന്നെ അത് അങ്ങനെ തന്നെ വായിച്ചെടുക്കാം. ഇതെല്ലാം പറയുമ്പോഴും അന്ന് ഈ കോൺഗ്രസിന് എഡ്ജ് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം ആരാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ നയിച്ചുകൊണ്ടിരുന്നത്. അവിടെ ഇപ്പോൾ BJP ആണല്ലോ ഇത് ഉപയോഗിക്കുന്നത്. അവിടെ എന്തായിരുന്നു ഈ സംഘടനകളുടെയൊക്കെ പ്രാധാന്യം? കോൺഗ്രസിൻ്റെ സാധനം കോൺഗ്രസിന് പറയാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അത് കോൺഗ്രസിന് ചർച്ചയാക്കാൻ കഴിയുന്നതാണ്. പിന്നെ ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നവരും ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോയവരും ഒക്കെ ഉണ്ട്. മുസ്ലിങ്ങളും തിരിച്ച് ഇന്ത്യയിൽ നിന്ന് മുസ്ലിങ്ങൾ ഡൽഹിയിൽ നിന്നുള്ളവർ, ഉത്തർപ്രദേശിൽ നിന്നുള്ളവർ, ഇവരൊക്കെ പോയത് സിന്ധു പ്രവിശ്യയിലേക്കൊക്കെയാണ് പോയത്. അവിടെ സിന്ധു കറാച്ചിയിലൊക്കെ ചെല്ലുമ്പോഴുള്ള അവസ്ഥ എന്താ? ഇവിടുത്തെ മുസ്ലിമും അവിടുത്തെ മുസ്ലിമുമായി ഭാഷാപരമായി യാതൊരു ഐക്യവുമില്ല.
അവരുടെ ജീവിത രീതിയിൽ ഐക്യമില്ല, അവരുടെ ഒരു തരത്തിലും അവർക്ക് യോജിക്കാൻ അത് മാത്രമല്ല ഈസ്റ്റ് പാകിസ്ഥാൻ വെസ്റ്റ് പാകിസ്ഥാൻ എന്ന് പറയുന്ന രണ്ട് ബീഹാറിൽ നിന്നുള്ളവർ പോയത് പിന്നെ ഇന്നത്തെ ബംഗ്ലാദേശ്, അന്നത്തെ കിഴക്കൻ പാകിസ്ഥാനിലേക്ക് അന്ന് പോയത്. അവിടെയും ഇത് തന്നെയായിരുന്നു അവസ്ഥ. അന്ന് ഇതിൽ ഈ ഈസ്റ്റ് പാകിസ്ഥാനിലും വെസ്റ്റ് പാകിസ്ഥാനിലുമുള്ള ആളുകൾക്ക് കോമൺ ആയി എന്തുണ്ട് എന്ന് ചോദിക്കുമ്പോൾ അവരവരുടെ പ്രാദേശികതയെ മുറുകെ പിടിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് അവർക്ക് കോമൺ ആയി അവർക്ക് ഒന്നുമില്ല കൊണ്ടാണല്ലോ യുദ്ധത്തിൽ വരികയും അന്ന് അതിനുശേഷം അവിടെ നിന്ന് വീണ്ടും ബംഗ്ലാദേശിൽ നിന്ന് അതിനുശേഷം ഒക്കെ ഇന്ത്യയിലേക്കൊക്കെ ആളുകൾ മടങ്ങിയിട്ടുണ്ട്. ഈ രണ്ട് ഭാഗത്തേക്കും പോയ അടിസ്ഥാനപരമായി രണ്ട് ഭാഗത്തും സുഭിക്ഷമായി ജീവിച്ചിരുന്ന ആളുകൾ ഈ അവരാദ്യം വിഭജിക്കുന്ന സമയത്ത് വിഭജനത്തിന് കൃത്യമായ ഒരു തീരുമാനമൊന്നുമില്ലല്ലോ. ഇവിടെ മുസ്ലിം ഭൂരിപക്ഷമാണെങ്കിൽ അത് മുസ്ലിം പാകിസ്ഥാന്റെ ഭാഗം ചേരുന്നു, ഹിന്ദു ഭൂരിപക്ഷമാണെങ്കിൽ ഹിന്ദുക്കളുടെ ഭാഗം ചേരുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട അധികാരത്തിലുണ്ടായിരുന്ന ആളുകളൊക്കെ ഗ്രാമങ്ങളിൽ മറ്റുള്ളവരെ കൊന്നൊടുക്കാനും മറ്റുള്ളവരെ തമ്മിൽ സ്ഥാപിക്കാനും ഒക്കെയുള്ള ശ്രമം നടത്തി. അതോടൊപ്പം തന്നെ ഈ പലായനം, ഇങ്ങോട്ട് നടക്കുന്ന പലായനത്തിലും അങ്ങോട്ട് നടക്കുന്ന പലായനത്തിലും ഒക്കെ വഴിയിൽ ഇവർ ഭീകരമായ കൊള്ളയുടെ കാര്യം പറഞ്ഞപ്പോൾ കൊള്ളകൾ നേരിടേണ്ടി വന്നു. ഈ ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന പുസ്തകം ഖുഷ്വന്ത് സിംഗിന്റെ അതൊരു സാങ്കല്പിക കഥയാണെങ്കിലും ആ കഥയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും യാഥാർത്ഥ്യമാണെന്നാണ് പല ആളുകളും പറയുന്നത്. കാരണം ജഗ്ഗു എന്നൊരു കൊള്ളക്കാരൻ ഇറങ്ങുന്നു, ആളുകളെ കൊള്ളയടിക്കാനൊക്കെ ഈ ഒരു തക്ക അവസരം എന്നത് ഉപയോഗിക്കുന്നു. പിടിച്ചുകൊണ്ട് ഭാര്യയും മക്കളും പ്രായമാരും ഒക്കെ കാളവണ്ടിയിൽ നടന്നുമൊക്കെ നീങ്ങുന്നു. വഴിയിൽ ആളുകൾ മരിച്ചു വീഴുന്ന സംഭവം ഉണ്ടാകുന്നു. അവരെ വഴിയിൽ നിൽക്കുന്ന ആളുകൾ കൊള്ളയടിക്കുന്നു. ഈ കൊള്ളക്കാരനൊന്നും മുസ്ലിമാണോ ഹിന്ദുവാണോ എന്ന് നോക്കിയല്ല, ഞങ്ങൾക്ക് കൊള്ളയടിക്കാൻ പറ്റിയ ഒരു ആളുകളെ കിട്ടുന്നു. അങ്ങോട്ട് പോയവരെ കൊള്ളയടിച്ചിട്ടുണ്ട്. സ്ത്രീകളെ എത്രയോ പേരെ തട്ടിക്കൊണ്ടുപോവുകയും ക്രൂരമായ രീതിയിൽ അവരെ ബലാത്സംഗത്തിന് ഇരയാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു പലായനത്തിന്റെയും ഈ കുടിയിറക്കത്തിന്റെയും ഒക്കെ ഒരു ചരിത്രം കൂടിയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ വിഭജനം എന്ന് പറയുന്നത്. അതിന്റെ ഒരു ആ വിഭജനത്തിൽ നിന്ന് ഇതിൽ നിന്ന് പൊടിഞ്ഞൊരു രക്തം ഇന്നും ഇന്ത്യക്കാരന്റെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇന്നും ആ മുറിവ് ഉണങ്ങാതെ തന്നെ നിൽക്കുന്നു എന്ന ഒരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. പക്ഷേ ഇതിൽ നമ്മൾ വളരെ രസകരമായി കൂടി ഇതിനെ കാണണം. ഈ BJP രാഷ്ട്രീയം പരിശോധിച്ചാൽ അവർ കോൺഗ്രസിനെ മുഴുവനായിട്ട് നിരാകരിക്കുന്നില്ല. മുഴുവനായി കോൺഗ്രസ് സ്വാതന്ത്ര്യ സമരത്തെ റദ്ദ് ചെയ്യുന്നില്ല, മുഴുവനായി കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളെ റദ്ദ് ചെയ്യുന്നില്ല. അത് അവർക്ക് കഴിയില്ല സ്വാഭാവികമായിട്ടും. പക്ഷേ അവരാകെ അതിൽ ഒറ്റ കാര്യമുള്ളൂ, നെഹ്റുവിൻ്റെ റോളിനെയാണ് എപ്പോഴും ഇടിച്ചു കാണിക്കാൻ ശ്രമിക്കും. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ അടിയന്തരാവസ്ഥയുടെ കാലത്തായാലും നെഹ്റു ഗാന്ധി ഫാമിലിയുടെ റോൾ ഇടിച്ചു കാണിക്കും. അതേസമയം ഇപ്പോൾ BJP നേതാവാണോ എന്ന് പുതിയ തലമുറയ്ക്ക് സംശയം തോന്നുന്ന തരത്തിലേക്ക് സ്വീകരിക്കുന്നു. സുഭാഷ് ചന്ദ്രബോസിനെ വേറൊരു തരത്തിൽ അക്സെപ്റ്റ് ചെയ്യുന്നു. അങ്ങനെ കോൺഗ്രസിനകത്തുള്ള ഇപ്പം നമ്മുടെ ചേറ്റൂർ ശങ്കരൻ നായരെ ആക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ കോൺഗ്രസിനെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. കോൺഗ്രസ് എന്ന ആ അന്നത്തെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുഴുവൻ ചരിത്രത്തെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവർ വളരെ കൃത്യമായി പിൻ പോയിൻ്റ് ചെയ്ത് പുറത്താക്കുന്നത് നെഹ്റുവിനെയാണ്. അപ്പോൾ ഈ നെഹ്റു ഇവിടെ ഒരു കുറ്റക്കാരനാണെന്ന തരത്തിൽ വെക്കാൻ അവർക്ക് കഴിയും. കാരണം ഗാന്ധിജി കൂടി ഒരു കാര്യം പറയുന്നുണ്ട്, ജിന്ന പ്രധാനമന്ത്രിയാകട്ടെ, ഇത് അംഗീകരിക്കാത്ത ഏകയാൾ നെഹ്റുവാണ്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയാണ് രാജ്യം വിഭജിക്കപ്പെട്ടതെന്നൊക്കെ തരത്തിലുള്ള ഒരു നെറേറ്റീവ് ഉണ്ടാക്കാൻ, ഒരു അടിത്തറ പാകാൻ ഇത് ഉപയോഗിക്കുന്നത്. പലതരത്തിലേക്കുള്ള ചരിത്രത്തിന്റെ വസ്തുതയ്ക്ക് അപ്പുറത്തേക്ക് കഥകളോ അല്ലെങ്കിൽ അതിന് സമാനമായ കഥകളോ കൊണ്ടുവന്ന് ആ തരത്തിലേക്ക് മാറ്റാൻ. സർദാർ പട്ടേലിന് അന്ന് പ്രധാനമന്ത്രി ആകാൻ കോൺഗ്രസിൽ കൂടുതൽ ഭൂരിപക്ഷം വന്നു. അദ്ദേഹം അങ്ങനെ ആയിരുന്നെങ്കിൽ ഇത് കുറെ കൂടി ഇപ്പോൾ കാശ്മീർ പോലുള്ള വിഷയങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകില്ലായിരുന്നു എന്നൊക്കെയുള്ള നെറേറ്റീവുകൾ കൊണ്ടുവരുന്നുണ്ട്. അതിന് പറ്റുന്ന തരത്തിലൊക്കെയുള്ള ചരിത്ര സാഹചര്യങ്ങളെ അവരെടുത്ത് മുന്നോട്ട് വയ്ക്കുന്നത്. ഇവിടെയാണ് കോൺഗ്രസ് പ്രതിരോധത്തിലാണ്. കാരണം കോൺഗ്രസിന് ഇവിടെ നെഹ്റുവിനെ ഡിഫെൻഡ് ചെയ്യാൻ പലപ്പോഴും കഴിയും. ഗാന്ധിജിയെ വളരെ ഈസിയായിട്ട് ഡിഫെൻഡ് ചെയ്യാൻ കഴിയും. കാരണം ഇവിടെ ഗാന്ധിയെ BJP ചെയ്യുന്നത് ഗാന്ധിയെ അറ്റാക്ക് ചെയ്യുന്നില്ല, ഗാന്ധിജിയെ മാറ്റി നിർത്തിക്കൊണ്ട് യഥാർത്ഥത്തിൽ ആശയപരമായി BJPക്കോ അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകൾക്ക് ഹിന്ദുത്വ ദേശീയതയ്ക്ക് ഏറ്റവും ശത്രുസ്ഥാനത്ത് നിന്ന ഒരാൾ ഗാന്ധിയായിരുന്നു. പക്ഷെ ഗാന്ധിയെ ഒരിക്കലും പുതിയ തരത്തിൽ ഗാന്ധിയല്ല, ഇത് നെഹ്റു കുടുംബമാണ്, അതിന്റെ പാരമ്പര്യമാണ് ഇപ്പോൾ ഇന്ത്യ കോൺഗ്രസിനെ നയിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾ നെഹ്റുവിനെ അറ്റാക്ക് ചെയ്യും. ഗാന്ധിജി എല്ലാ തരത്തിലും ആക്സെപ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾ സ്വച്ഛ് ഭാരത് അഭിയാൻ അത് ഗാന്ധിജിയുടെ കണ്ണട ചിഹ്നമാകുന്നു. അപ്പോൾ ഗാന്ധിജിയെ പ്രധാനമന്ത്രി പോകുന്നു, വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്നു, ഗാന്ധി പ്രതിമകളിൽ പ്രാർത്ഥന നടത്തുന്നു. അപ്പോൾ ഗാന്ധിജിയെ ആക്സെപ്റ്റ് ചെയ്യുന്നു, പട്ടേലിനെ ആക്സെപ്റ്റ് ചെയ്യുന്നു, അതുപോലെ കോൺഗ്രസിലെ മറ്റ് നേതാക്കളെ ഒരേപോലെ അംഗീകരിക്കുകയും. എന്നാൽ ഈ ഇന്ത്യയുടെ മുഴുവൻ പ്രശ്നങ്ങൾക്കും കാരണം പണ്ഡിറ്റ് നെഹ്റുവാണ് എന്ന് പറഞ്ഞ് സ്ഥാപിക്കാനുള്ളൊരു ശ്രമം നടത്തുന്നു. അപ്പോൾ അതിൽ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വിഭജനത്തിൻ്റെ ഭീതി എന്ന് പറയുന്നത് ഇപ്പോഴും അതിൻ്റെ വിഷ്വൽസ് അവൈലബിൾ ആണല്ലോ. അപ്പോൾ ആളുകൾ ഇങ്ങനെ കാളവണ്ടിയിൽ കൂട്ടത്തോടെ പലായനം ചെയ്തു വരുന്ന മനുഷ്യർ, അവരെ തട്ടിക്കൊണ്ടുപോകുന്ന ആളുകൾ, കൊള്ളസംഘങ്ങൾ. അപ്പോൾ അവർ ഡൽഹിയിൽ വന്നിറങ്ങുന്നു. ആ ഇറങ്ങുന്ന ഘട്ടത്തിലും ഇന്ത്യയിലെ ആളുകൾ, പ്രധാനമായും ഗാന്ധിജി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് ഇങ്ങോട്ട് വരരുത്,
പാകിസ്ഥാനിൽ തന്നെ ഹിന്ദു സമൂഹവും അവിടെ നിൽക്കുക. അത് പിന്നീട് എന്തെങ്കിലും യോജിക്കുമെന്നൊക്കെ ഉള്ള സങ്കല്പം ഉണ്ടായിരിക്കാം. ഗാന്ധിയെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ ഈ സ്വാതന്ത്ര്യ സമരത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹം ഏകദേശം ജൂലൈ മുതൽ തന്നെ ഈ പ്രഖ്യാപനം വന്നിരുന്നു. മൗണ്ട് ബാറ്റന്റെ പ്രഖ്യാപനം വരുന്നു. അതിന് പിന്നാലെ തന്നെ ഈ രണ്ടിടത്തും പിടിച്ചെടുക്കാനും തള്ളിക്കളയാനുമുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ഗാന്ധി കൽക്കട്ടയിലെ നവകാലിയിലുമൊക്കെ അവിടെ ഗ്രാമങ്ങൾ തോറും നഗ്നവാദനായി നടന്ന് അവസാനം ഈ സുധീർ ഘോഷിനൊക്കെ ദൂതനായി വിടുമ്പോൾ പോലും ഗാന്ധി പട്ടേലും നെഹ്റുവും ചേർന്നാണ് വിടുന്നത്. അപ്പോഴും അദ്ദേഹം ഡൽഹിയിലേക്ക് മടങ്ങാൻ തയ്യാറാവുന്നില്ല. അദ്ദേഹം മടങ്ങാൻ തയ്യാറാവുന്നതിന് കാരണം ഈ ഗ്രാമങ്ങളിലെ മനുഷ്യരിങ്ങനെ മരിച്ചു വീഴുന്ന സമയത്ത് എനിക്ക് അതിനാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ യഥാർത്ഥ ഇന്ത്യൻ ഒരു ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും അവസാന ഘട്ടത്തിൽ അദ്ദേഹം ഇന്ത്യൻ സ്വാതന്ത്ര്യത്തെക്കാൾ പ്രാധാന്യം കൊടുത്തത് ഈ ലക്ഷക്കണക്കിന് മനുഷ്യരിങ്ങനെ മരിച്ചു വീഴുന്നത് എങ്ങനെ അവസാനിപ്പിക്കാം. അതാണ് എനിക്ക് തോന്നുന്നത് BJP ഇവിടെ വലിയ തോതിൽ സ്ട്രെസ് ചെയ്യാൻ പോകുന്നത്. കാരണം സത്യാഗ്രഹം അല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡെമോക്രാറ്റിക് പ്രൊട്ടസ്റ്റ് കൊണ്ട് നിങ്ങൾക്ക് ബ്രിട്ടീഷുകാരെ പുറത്താക്കാൻ പറ്റി, പക്ഷേ വർഗീയതയെ ചെറുക്കാൻ പറ്റിയില്ല എന്ന ഒരു ആശയം മുന്നോട്ട് വയ്ക്കാനാണ് കൂടിയാണ് ഇത് ഉപയോഗിക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അപ്പോൾ ഗാന്ധിജി നിരാഹാരം കിടന്നു അല്ലെങ്കിൽ സത്യാഗ്രഹം അനുഷ്ഠിച്ചു, സ്വാതന്ത്ര്യ സമരത്തിൽ അദ്ദേഹം നിർണായകമായ നേതൃപദവിയിലേക്ക് ഉയരുമ്പോഴൊക്കെ ഇത് അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ വലിയ തോതിൽ അംഗീകരിച്ചിരുന്നു. ബ്രിട്ടീഷ് സർക്കാർ ഗാന്ധിജിക്ക് മുന്നിൽ പലപ്പോഴും അടിയറവ് പറയുന്ന ഒരു സാഹചര്യം, അദ്ദേഹത്തോട് ആശയപരമായി ഏറ്റുമുട്ടാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. മാത്രമല്ല ഗാന്ധിജിയാകട്ടെ ഇപ്പോൾ ഈ ഖിലാഫത്ത് പ്രസ്ഥാനം തുടങ്ങി പിന്നീട് ആ ഒരു ഈ അന്നത്തെയുള്ള സ്വാതന്ത്ര്യ സമര മൂവ്മെൻറ്റൊക്കെ ചൗരി ചൗര ഇൻസിഡൻറ്റോടുകൂടി അദ്ദേഹം പിൻവലിക്കുന്ന ഒരു ഘട്ടത്തിൽ ഖിലാഫത്ത് പ്രസ്ഥാനവും ഗാന്ധിജി വേണ്ടത്ര രീതിയിൽ പരിഗണിച്ചില്ല എന്നുള്ളൊരു വിഷയം വരികയും അത് മുസ്ലിം വിഭാഗത്തിനിടയിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കി എന്നൊക്കെ ഉള്ളൊരു ആർഗ്യുമെൻ്റ് ഒരു വശത്തുണ്ട്. എന്തായാലും നമുക്ക് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ കഴിയുന്നത് ഈ ചരിത്രത്തെ എങ്ങനെയാണ് പുതിയ കാലത്ത് രാഷ്ട്രീയ ആയുധമാക്കി ചരിത്രം എല്ലാ ഘട്ടത്തിലും ഇപ്പം നമ്മൾ പലപ്പോഴും ഓരോരുത്തരും അനുകൂലമായ വ്യാഖ്യാനമാണ്. കാരണം വ്യാഖ്യാനം ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ അധികാരം ഉറപ്പിക്കുക. അല്ല, ഹിസ്റ്ററി നമുക്ക് ഒരിക്കലും സയൻസ് അല്ല, അത് ഒരു ഒബ്ജക്റ്റീവ് സയൻസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതിന് കാരണം ഇപ്പോൾ ഹൈഡ്രജൻ പ്ലസ് ഓക്സിജൻ ഈസ് ഈക്വൽ ടു വാട്ടർ എന്ന് പറയുന്നത് ഹൈഡ്രജൻ്റെ തന്മാത്രകൾ ഓക്സിജൻ തന്മാത്രകൾ എടുത്ത് നമുക്ക് വെള്ളം ഉണ്ടാക്കാം, അത് ആരുണ്ടാക്കിയാലും ആവും. പക്ഷേ ഒരു സാഹചര്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ നിരവധി സത്യങ്ങളുണ്ട്. ഒരാൾ ഒരു വശത്തു കൂടി അതിനെ കാണുന്നു, മറ്റൊരാൾ ഒരു വശത്തു കൂടി കാണും. അങ്ങനെ ഇപ്പോൾ ഈ പ്രശ്നം തന്നെ തുടങ്ങുന്നത് ജെയിംസ് മില്ലിനെ പോലുള്ള ചരിത്രകാരന്മാരാണ്. അവർ ആദ്യം ഇന്ത്യയുടെ കാലഘട്ടത്തെ വിഭജിക്കുന്നത് തന്നെ ഹിന്ദു കാലഘട്ടം, ക്രിസ്ത്യൻ കാലഘട്ടം, മുസ്ലിം കാലഘട്ടം എന്ന തരത്തിൽ വിഭജിക്കും. അപ്പോൾ ആ ചരിത്രാവബോധത്തിൽ നിന്ന് തന്നെ ആളുകളെ വ്യത്യസ്തമായി ചിന്തിക്കാൻ പഠിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ BJPക്ക് മുന്നിലുള്ള വലിയൊരു പ്രശ്നം, ഹിന്ദു സമൂഹം നേരിടുന്ന ഒരു വലിയ പ്രശ്നം അത് ജാതീയതയാണ്. ഈ ഹിന്ദു സമൂഹത്തെ ഒരു മതവിഭാഗമായി ഒറ്റക്കെട്ടായി നിർത്തുക എന്നത് എനിക്ക് തോന്നുന്നു വളരെ സങ്കീർണ്ണമാണ്. ആളുകളത് വളരെ എളുപ്പമാണെന്ന് പറയുമെങ്കിലും വളരെ സങ്കീർണമായ ഒരു സംഗതി. അതിൽ അവർക്ക് എത്രത്തോളം വിജയിക്കാൻ തന്നെയാണ് ഏറ്റവും പ്രധാനം. ഹിന്ദു സമൂഹത്തിനുള്ളിലുള്ള ജാതീയമായ വിഭജനങ്ങൾ, ഇന്നും നിലനിൽക്കുന്ന ജാതീയ വിഭജനങ്ങൾ, അതിനെ മറികടന്നുകൊണ്ട് അങ്ങനെയല്ല, ദളിതരായാലും ബ്രാഹ്മണരായാലും എല്ലാവരും ഹിന്ദുവാണ് എന്നൊരു ഒറ്റ കെട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം അങ്ങനെ. അതുകൊണ്ട് ജാതി ചർച്ച വരരുത്, അതിനപ്പുറത്തേക്ക് മത ചർച്ചകളിലേക്ക് കൊണ്ടുവരണം. അത്തരം ശ്രമങ്ങൾ തന്നെയാണ് ഇതിന്റെ എല്ലാം ഭാഗമായി നിൽക്കും. പക്ഷേ അതിനപ്പുറത്തേക്ക് വേറൊരു കാര്യം കൂടിയുണ്ട്. നമ്മളുടെ എന്തൊക്കെ പറഞ്ഞാലും ഇതൊരു ഫാക്റ്റാണ്. ഇപ്പോൾ കിരൺ തന്നെ സൂചിപ്പിച്ച പോലെ 2 കോടി മനുഷ്യർ ദുരിതത്തിലേക്ക് പോയ ഒരു ഫാക്റ്റാണ്. ലോക ചരിത്രത്തിലെ മാക്സ് എക്സ്കോഡസ് എന്ന് പറയുന്ന ഏറ്റവും വലിയ പലായനങ്ങളിലൊന്നാണിത്. എത്ര ആളുകൾ ഇതിൻ്റെ ഭീതി അനുഭവിച്ചു, എത്ര 10-40,000 സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയ സാഹചര്യമുണ്ട്. അത് ഇവിടുന്നും അങ്ങോട്ടും. അന്ന് ഈ ഖുശ്വന്ത് സിംഗിൻ്റെ പുസ്തകത്തിൽ പറയുന്നത് ഒരു തീവണ്ടി മുഴുവൻ ശവങ്ങൾ ഇവിടുന്ന് വരുന്നു, ഇവിടുന്ന് ഒരു തീവണ്ടി ശവം അങ്ങോട്ട് പോകുന്നു. അങ്ങനെ ഉള്ള മനുഷ്യർ കൊല ചെയ്യപ്പെടുന്നു. അവിടുന്ന് വന്ന ആളുകൾ ഡൽഹിയുടെ തെരുവുകളിൽ അവർക്ക് ജീവിക്കാൻ കഴിയാതെ വരുന്നു. അപ്പം പലപ്പോഴും ഇന്ത്യയുടെ നേതാക്കൾ പറയുന്നത് നിങ്ങൾ എന്തിന് വരുന്നു, തിരിച്ചു പോകൂ, പാകിസ്ഥാൻ തന്നെ നിൽക്കൂ എന്നൊക്കെ പറയുമ്പോഴും അന്ന് ഇവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത വേറൊരു വിഭാഗമുണ്ട്. അവരെ പറ്റിയുള്ള കാര്യങ്ങൾ എല്ലാം ഒരു മനുഷ്യൻ അതുവരെ അന്ന് കൃഷിയാണല്ലോ പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ചെറിയ വ്യവസായമൊക്കെയാണ്. അവരുടെ എല്ലാം നഷ്ടപ്പെട്ട് ഉടുതുണിക്ക് മറുതുണിയോ അല്ലെങ്കിൽ ഉണ്ടെങ്കിലുണ്ട്, അത് മാത്രം എടുത്തുകൊണ്ട് യാത്ര ചെയ്യാതെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ സുഭിക്ഷമായി ജീവിച്ചിരുന്ന മനുഷ്യരാണ് ഇവിടെയും അവിടെയും ഒക്കെ. ആ മനുഷ്യരൊക്കെയാണ്. പക്ഷേ ഇവിടുന്ന് ഒരു ഇസ്ലാമിക് രാജ്യത്തിലേക്ക് പോകുന്നു എന്ന വിശ്വാസത്തോടെ പോയ മനുഷ്യരെ അവിടെ വഞ്ചിക്കപ്പെട്ടു. അവരെ 2ാം കിട പൗരന്മാരാക്കിയാണ് എല്ലാ ഘട്ടത്തിലും കണക്കാക്കിയിരുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെ കണക്കാക്കുന്നില്ല എന്നത് ഈ സർക്കാർ എടുത്തു പറയും. അങ്ങനെ ഇവിടെ ഈ BJPക്ക് ഒരു എഡ്ജ് കിട്ടുന്ന ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. പക്ഷേ എപ്പോഴും ഇതിൽ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കോർ ഫൈറ്റ് എന്ന് നടന്നത് കോൺഗ്രസിൻ്റെ ഒരു ചരിത്രമാണ്. അത് എളുപ്പത്തിൽ എനിക്ക് തോന്നുന്നില്ല മായ്ച്ചു കളയാൻ കഴിയും.
എന്തായാലും സജീവമായ ഇത്തരം ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. വിഭജനം മാത്രമല്ല, സ്വാതന്ത്ര്യ സമരവും നമ്മുടെ ചരിത്രവുമെല്ലാം നമ്മൾ നിരന്തരം ഓർക്കേണ്ടതുണ്ട്, അത് പഠിക്കേണ്ടതുണ്ട്. അതിനെ ഓരോ രാഷ്ട്രീയ പാർട്ടിയും അവരുടെ വ്യാഖ്യാനങ്ങൾ അനുസരിച്ച് അവരുടെ വോട്ടിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ ശരിയായ ചരിത്രം കൂടുതൽ പഠിച്ചുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇതിനെല്ലാം പ്രതിരോധിക്കാൻ കഴിയുക.